നമ്മളിത് നോക്കാൻ പോകുന്നത് ഡു ദേ റിഗ്രറ്റ് ലൂസിങ് യു. ഓക്കെ, നിങ്ങൾ പോയാൽ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയതിന് അവരത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇത് രണ്ട് സിറ്റുവേഷൻ നമുക്ക് ഇത് റെസൊണേറ്റ് ചെയ്യാം. ഒന്നാമത്തെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയി, അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. അവർ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയിട്ട് അവർ നിങ്ങളെ ലോസ് ചെയ്തതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു നിമിഷം ബ്രേക്കപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോയാൽ അവർ റിഗ്രറ്റ് ചെയ്യൂ. ഓക്കെ, ആ രീതിയാണ്. ഓക്കെ, പാസ്റ്റ് നടന്ന കാര്യവും നടക്കാൻ പോകുന്ന കാര്യമായിട്ട് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത മെസ്സേജസ് നോക്കാവുന്നതാണ്. ഓക്കെ, കാർഡ്സ് എല്ലാം ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഈ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് വിൽ ബി സോ അപ്രീഷിയബിൾ. സോ നമുക്ക് കാർഡ്സ് നോക്കാം. 10 ഓഫ് സോർട്സ് റിവേഴ്സ്ഡ്. എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിനെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പഴയ ഫോട്ടോസും അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഫോട്ടോസും എല്ലാം നോക്കുകയാണ്. പിന്നെ മെസ്സേജസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച മെസ്സേജസ് വായിച്ചു നോക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവരെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഇവരെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിവിടെ ഒരു നമ്പർ 35 കാണുന്നുണ്ട്. അതൊന്നെങ്കിൽ നിങ്ങളുടെ ഏജ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ഏജ് ആയിരിക്കും. എന്തായാലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു കോണ്ടാക്ട് ആബ്സെൻസും പ്രസൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ പേഴ്സൻ്റെ പ്രസൻസ് കാണുന്നില്ല. ഇപ്പം നിങ്ങൾ കുറച്ച് നാളായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ആ വ്യക്തിയുടെ ഒരു ആബ്സെൻസ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ആ വ്യക്തിയും നിങ്ങൾ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് ആ വ്യക്തിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അവരും ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പിന്നെ ഈ പേഴ്സൺ നിങ്ങളെ പാസ്റ്റിൽ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നിങ്ങൾ ഓൾറെഡി ഒരു ഹേർട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ അവരെ മീറ്റ് ചെയ്തത്. ആ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇവരുടെ റിലേഷൻഷിപ്പിലാകുമോ, അല്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ഇത് ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇവരായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളൊരു ഓക്കെ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആവുന്നു. പക്ഷേ പിന്നെയും നിങ്ങളെ അവർ വിട്ടിട്ട് പോയപ്പോൾ നിങ്ങളെ ഒരുപാട് വീണ്ടും ഹേർട്ടായി. ഇതാണ് മീൻസ് എനിക്കൊക്കെ തോന്നുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പിൽ നിന്ന് വന്നിട്ടാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവർ മീറ്റ് ചെയ്തത്. നിങ്ങൾ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഇവരോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ വിഷമത്തിലായി, അവർ പോയപ്പോൾ വിഷമത്തിലായതായിട്ടാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ്. എനിക്കിവിടെ ഒരു നമ്പർ 14 ആൻഡ് 35 വീണ്ടും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഏജ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ 14 ഒക്കെ നിങ്ങളുടെ ബർത്ത് ഡേറ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത് ഡേറ്റിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു നാർസിസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു ടോക്സിക് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് വന്ന പോലെ ഒരു ഫ്രീ ആയിട്ട് വന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ബ്രേക്കപ്പ് ആയപ്പം. പക്ഷെ പിന്നെ എന്നാലും നിങ്ങൾക്ക് അവരെ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഒരു ഫ്രീഡം ഇല്ലാത്ത രീതിയിലായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം എന്നാലും നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള ഇഷ്ടമാണ്. അവർ എങ്ങനെയും തിരിച്ചു വരണമെന്നാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി അവരെങ്ങനെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് മാത്രമല്ല, ഈ വ്യക്തിക്കും നിങ്ങളോട് അതേപോലെ നിങ്ങൾ എങ്ങനെയാണ് അവരെ സ്നേഹിച്ചത് അതേപോലെ നിങ്ങളും അവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തരുന്ന അതേ സ്നേഹം അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അവരുടെ അടുത്ത് പോയതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും ലവും എല്ലാം നിങ്ങൾ ഇപ്പം ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. അങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു. ഈ ഒരുപാട് ഹേർട്ടാണ് നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ഇനിയും കരയാൻ കണ്ണീരില്ല, ആ ഒരു രീതിയിലാണ് ഇപ്പം നിങ്ങൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഒരു കരയുന്നത് പോലും ആയിട്ട് കാണുന്നില്ല. ഓക്കെ, എന്തായാലും അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവർ വേറെ പോയത് നിങ്ങളെ പോലെ സ്നേഹം കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം അവർക്കൊരു നെഗറ്റീവാണ്. പിന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ സ്നേഹിച്ച പോലെ ആർക്കും അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. ഓക്കെ ഓക്കെ 7 ഓഫ് പെൻറ്റക്കിൾസ്. സോ എനിക്കിവിടെ കാണുന്നത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ വേറെ നിങ്ങൾ തരുന്ന അതേ സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച് വേറെ റിലേഷൻഷിപ്പിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു, അതെല്ലാം ഇപ്പോൾ അവർ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡീപ്പ് കണക്ഷനായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പം അവരിപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾ ആക്റ്റീവ് ആണ്, നിങ്ങളുടെ ഫോട്ടോസ് നോക്കാനും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണെന്നും ഒക്കെ അവർ തിരക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിവിടെ കാണുന്നത് ഒരു കുട്ടികൾ എന്തോ ഇൻവോൾവ് ആണ്. ഓക്കെ, അയാൾക്ക് എന്തെങ്കിലും കുട്ടികളുണ്ടോ, അങ്ങനെ എന്തോ ഒരു കാര്യം
ഉണ്ട്. ഓക്കെ. ഇത് കാരണമാണ് അയാളുടെ ഇപ്പോഴത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതായിട്ട് പോവാത്തതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ. ഇപ്പൊ എന്തായാലും ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് അയാൾ ഭയങ്കര ഒരു ഡൗൺ ആണ്. ഓക്കെ. ഫാമിലി ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അയാൾ ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതൊരു ടിൻ ഫ്ലെയിം സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ഒരു സോൾമേറ്റ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരത് നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ പ്ലേസിൽ ഇനി വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് അവർ റിഗ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് ഇപ്പൊ വരണമെന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലിയിൽ കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്താലേ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അല്ലാതെ അവർക്ക് വരണമെന്നുണ്ട്. ഒരു ഡീപ്പ് കണക്ഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ദ എംപ്രസ് റിവേഴ്സ്ഡ്. ഓക്കെ. സോ ഈ പേഴ്സൺ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളെ ഇപ്പൊ അത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണലി ക്ലോസ്ഡ് ഓഫ് ആണ്. അവർക്കൊന്നും എന്താ സങ്കടമോ അല്ലെങ്കിൽ ഒന്നും അവർക്കൊരു ഫീൽ ചെയ്യാനുള്ള സിറ്റുവേഷനിലേ അല്ല. ഇവരിപ്പം ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എങ്ങനെയും നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട്. പക്ഷെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, എങ്ങനെയാണ്, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണോ, ഒന്നും അവർക്കറിയില്ല. പക്ഷെ അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയപ്പോൾ അവർ വിചാരിച്ച് ഒരിക്കലും തിരിച്ച് നടക്കേണ്ടി വരില്ലെന്ന്. പക്ഷെ അവർ ഇപ്പം ഭയങ്കര സങ്കടത്തിലാണ്. അവരങ്ങനെ നിങ്ങളെ വിട്ടുപോയതിന് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് സോട്ട്സ് റിവേഴ്സ്ഡ്. സോ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഇവരെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തു കേട്ടോ. വരാൻ വേണ്ടി, തിരിച്ചു വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവർ തിരിച്ചു വരും. പക്ഷെ അതിന് ടൈം എടുക്കും. ബിക്കോസ് അയാൾ പേടിയാണ്. അവർക്കൊരു പേടിയാണ് നിങ്ങൾ എങ്ങനെയാണത് എന്താ പറയുക, റെസ്പോണ്ട് ചെയ്യുന്നത് അവർ തിരിച്ചു വന്നതെന്ന് അവർക്കൊരു പേടിയാണ്. ഓക്കെ. സോ എന്തിനും ഭയങ്കര സങ്കടമാണ് ഇവിടെ കാണുന്നത്. അയാൾ ഭയങ്കര സാഡ്നെസ്സിലാണ് ഇപ്പോൾ. ഒന്നെങ്കിൽ നിങ്ങൾ ലിയോ അല്ലെങ്കിൽ അവർ ലിയോ ആയിരിക്കാം. ഓക്കെ. സോഡിയാക് സൈൻ ലിയോ ആണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇവർ എനിക്ക് കാണുന്നത് വെച്ചാൽ ഒരുപാട് മെസ്സേജസ് നിങ്ങൾക്ക് അയച്ചിട്ട് പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു. ബിക്കോസ് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. ഓക്കെ. സോ അവർ വരും. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ. ഓക്കെ. ക്യൂനോ സോട്സ്. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എല്ലാം ഫിക്സ് ചെയ്ത് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഫിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് അപ്സൈഡ് ഡൗൺ ടേൺ ചെയ്യുന്ന പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു തീരുമാനം നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ അവരെന്തോ ഒരു കാര്യം ലൂസ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിഫറെൻറ്റ് റിലീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും. അവരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അവരുടെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് പോകണം നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ. അല്ലെങ്കിൽ അവരൊരു മാരീഡ് ആയിരിക്കും. അവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. അങ്ങനെ നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ അവർ വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ലൈഫിൽ എടുത്താലേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പക്ഷെ എന്തൊക്കെ വന്നാലും ഇത് ഫിക്സ് ചെയ്ത് എങ്ങനെയും നിങ്ങളുടെ അടുത്ത് വരാനായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വരൂ എന്നാണ് കാണുന്നത്. ഓക്കെ. സോ ഗായ്സ്, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജ്. ഓക്കെ. അവർ നിങ്ങളെ ഒരുപാട് ഡീപ്ലി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളെ ലൂസ് ചെയ്തതിന്. ഓക്കെ. സോ മെസ്സേജസ് എന്തെങ്കിലും റെസൊണേറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് പറയും കമൻസിലൂടെ. സോ താങ്ക് യു. ബൈ.